നാം നമ്മുടെയും മറ്റുള്ളവരുടെയും സാധ്യതകൾ അല്ലെങ്കിൽ പരിമിതികളെ എപ്രകാരം അളക്കുന്നു, കാണുന്നു? ഇതൊരു ചോദ്യം തന്നെയാണ്. ചോദ്യത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംരംഭത്തെ പരാമർശിച്ച് ഈ ചിന്തകൾ ആരംഭിക്കുന്നത് വ്യക്തമായി ചിന്തിക്കുവാൻ ഉതകും എന്നതുകൊണ്ട് മാത്രം ഞാൻ അതിന് മുതിരുകയാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മകളുടെ 2 പെൺമക്കൾ അവരുടെ സ്കൂൾ അടച്ചതുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ താമസമുണ്ട്. മൂത്ത മകൾക്ക് 9 വയസ്സും രണ്ടാമത്തെ മകൾക്ക് 5 വയസ്സും ഇപ്പോൾ പ്രായമുണ്ട്. അപ്പോൾ ഇത് അവധിക്കാലമാകയാൽ സമയം എപ്രകാരം ഉപയോഗിക്കണം എന്ന ഒരു സുപ്രധാനമായ പ്രശ്നം അവധിക്കാലങ്ങളിൽ പൊന്തി വരാറുണ്ട് എന്ന് നമുക്ക് അറിയാം. മനുഷ്യന് തലവേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ സമയമില്ല എന്നുള്ളതല്ല, സമയം എങ്ങനെ ഉപയോഗിക്കണം, പ്രയോജനപ്പെടുത്തണം എന്ന് അറിയാൻ വയ്യ എന്നുള്ളതാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്, എൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ സമയം ഏറ്റവും പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു മാർഗം വായനയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാണ്ട് 65 വർഷങ്ങളായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാവരും ഞാൻ ചിന്തിക്കാവുന്ന പോലെ ചിന്തിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഞാൻ അങ്ങനെയാണ് സമയത്തെ കാണുന്നത്, അല്ലെങ്കിൽ ജീവിതാവസ്ഥകളെ കാണുന്നത്. എൻ്റെ ജീവിത ദർശനത്തിൽ സമയമെന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ഘടകമാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ പോലും വളരെ പ്രാധാന്യമർഹിക്കുന്നത് സമയത്തെപ്പറ്റിയുള്ള ബോധവും സമയത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്ഷമതയുമാണ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും, കുട്ടികൾ തൊട്ട് വയോധികർ വരെ, അവർക്കുള്ള സമയം ഏറ്റവും അർത്ഥവത്തായി പ്രയോജനപ്പെടുത്തണമെന്ന ഒരു നിർബന്ധം എൻ്റെ കാഴ്ചപ്പാടിൽ എക്കാലത്തും ഉണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യം എൻ്റെ മേൽ പ്രയോഗിക്കുകയും പിന്നെ മറ്റുള്ളവർക്ക് അത് നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് എൻ്റെ പതിവ്. ഞാൻ അനുമാനിക്കാത്ത ഒരച്ചടക്കവും ഞാൻ ആദരിക്കാത്ത അല്ലെങ്കിൽ പാലിക്കാത്ത ഒരച്ചടക്കവും മറ്റാരെങ്കിലും പാലിക്കണമെന്ന് ഒരു കാലത്തും ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അപ്പോൾ എൻ്റെ മൂത്ത കൊച്ചുമകൾ, അവൾക്ക് വായിക്കാൻ അറിയാം. അപ്പോൾ ഏത് പുസ്തകം വായിക്കണം എന്ന ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് 2 സാധ്യതകളുണ്ട്. ഒന്ന്, അവളുടെ പ്രായത്തിൽ അവളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ്, അതായത് അവൾ 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആ നിലയിലുള്ള കുട്ടികൾക്ക് ഏത് പുസ്തകം വായിക്കാൻ സാധിക്കും എന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പുസ്തകം തിരഞ്ഞെടുത്ത് അവളെ കൊണ്ട് വായിപ്പിക്കുക, അതൊരു സാധ്യതയാണ്. എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട്. ഒരു കുട്ടിക്ക്, ഇപ്പോൾ 9 വയസ്സുള്ളൊരു കുട്ടിക്ക് ഇത്ര മാത്രമേ കഴിവുള്ളൂ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പുസ്തകങ്ങൾ മാത്രം വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായ ത്രാണിയേ ഉള്ളൂ എന്ന് നാം ഏത് അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്? യാതൊരു അടിസ്ഥാനവുമില്ല. നമ്മളതങ്ങ് ഒരു ധാരണ വെച്ച് മാത്രം ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ധാരണകളെന്ന് പറയുന്നത് നമ്മുടെ ധാരണകളല്ല, മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ചതാണ്. ഇങ്ങനെ കടം വാങ്ങിച്ച ധാരണകളെ നിരന്തരം ചോദ്യം ചെയ്യുക മനുഷ്യ ജീവിതം പുരോഗമിക്കുന്നതിന് അനിവാര്യമായ ഒരു ചുമതലയാണ് എന്ന ഒരു ബോധം കുറഞ്ഞ പക്ഷം 1/2 നൂറ്റാണ്ട് എന്നെ നന്നേ സ്വാധീനിച്ചിരുന്നു. അത് ഞാൻ വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ വിലമതിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടെമ്പിൾ ഓഫ് തോട്ട്സിൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ അതിലെല്ലാവരും പറയുന്നത് പോലെയോ എല്ലാവരും അവതരിപ്പിക്കുന്നത് പോലെയോ അല്ല ഞാൻ പല വീഡിയോകളും ചെയ്യുന്നത്. അപ്പോൾ അത് കാണുന്നവർക്ക് വളരെ വിമിഷ്ടമുണ്ടാകുന്നുണ്ട്. ഞാൻ തിമിംഗലത്തിൻ്റെ വയറിൽ കൂടെ സഞ്ചരിച്ച കഥ പറഞ്ഞപ്പോൾ
ചില നല്ല ബുദ്ധിയുള്ള ആളുകൾ എന്നെ ഉളമ്പാറ കൊണ്ടുപോകണമെന്നും കുതിരവട്ടത്ത് കൊണ്ടുപോകണമെന്നും എനിക്ക് കാര്യമായ തകരാറുണ്ടെന്നും ഒക്കെ അവർ പ്രതികരിക്കാൻ കാരണം അതിനെ അല്പം പോലും അത്ഭുതപ്പെടുത്തുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. കാരണം നാം ഇങ്ങനെ മാത്രമേ പ്രവർത്തിക്കാവൂ, നമ്മളെ തന്നെ പൊതുവിൽ പ്രദർശിപ്പിക്കാവൂ, ഇങ്ങനെ മാത്രമേ ആശയം വിനിമയം ചെയ്യാവൂ എന്ന ധാരണ നാം അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിച്ച് വച്ചിരിക്കുകയാണ്. അങ്ങനെ കടം വാങ്ങിച്ച് നമ്മുടേതല്ലാഞ്ഞിട്ടും നമ്മുടേതാണ് എന്ന് നിർബന്ധ ബുദ്ധിയോടെ നാം കാത്തു സൂക്ഷിക്കുന്ന ധാരണകളെ ചോദ്യം ചെയ്യാനുള്ള കടമ നമുക്കുണ്ട്. കാരണം അല്ലാഞ്ഞാൽ നമ്മൾ ഈ കടം വാങ്ങിച്ച് ധാരണകളുടെ അടിമകളായി അന്ത്യം വരെ കഴിഞ്ഞു പോവുകയും നമ്മുടെ സാധ്യതകളോട്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളോട് നീതി പാലിക്കുന്നതിൽ നാം പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്യും എന്ന ഒരു വലിയ പ്രശ്നം ഇവിടെയുണ്ട് എന്ന് ആരെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന താല്പര്യത്തിലാണ് ഞാൻ പലപ്പോഴും കോമാളി വേഷം പോലും അറിഞ്ഞുകൊണ്ട് കൃത്യമായ ലക്ഷ്യബോധത്തോടെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അപ്രകാരം നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് മാത്രം സ്വയം ന്യായീകരണത്തിനല്ല, ഒരു വസ്തുത നിങ്ങളെ അറിയിക്കുന്നത്. എന്നെ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പോൾ നാം ഏതെല്ലാം വിധത്തിൽ അടിമകളായിട്ടാണ് കഴിയുന്നതിനെപ്പറ്റി നമുക്കൊരു ബോധമുണ്ടാകണം. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ രാഷ്ട്രീയവും മതവും നമ്മളെ അടിമകളാക്കി തന്നെ വെച്ചിരിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, സാംസ്കാരികമായ കാഴ്ചപ്പാടുകൾ, സാമൂഹികമായ മാനദണ്ഡങ്ങൾ, താരിപ്പുകൾ, ഐഹികങ്ങൾ ഇവയെല്ലാം നമ്മിൽ നിന്ന് അകറ്റുവാൻ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ ചോദ്യം ചെയ്യുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അന്വേഷിപ്പിൻ കണ്ടെത്തും. കണ്ടെത്തുന്നത് എന്താണ്? ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ ഇതുവരെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അന്വേഷിക്കുന്നത് എല്ലാവരും ഇതിനു മുമ്പ് കണ്ടെത്തിയത് മാത്രം കണ്ടെത്താനാണെന്ന് പറഞ്ഞാൽ ആ അന്വേഷണത്തിന് അർത്ഥമില്ല എന്ന് ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യട്ടെ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, ഒരു കുഞ്ഞിന് ഈ തോതിൽ അല്ലെങ്കിൽ ഈ ഉയരത്തിൽ വരെ മാത്രമേ പോകുവാൻ കഴിയുകയുള്ളൂ എന്ന അടിസ്ഥാനരഹിതമായ എന്നാൽ എല്ലാവരും വെച്ച് പുലർത്തുന്ന ധാരണകളെ ചോദ്യം ചെയ്യുകയും അതിജീവിക്കുകയും ചെയ്യാൻ സാധ്യമാണ്. അതിന് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നാം അതിന് ഉദ്യമിക്കണം. ഉദ്യമത്തിൽ കൂടെ മാത്രം ഉത്തരത്തിൽ കൂടെ കൂടുതൽ ഉദ്യമങ്ങൾ. ഇതാണ് ഞാൻ ജീവിതത്തെ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ആദ്യമായി എൻ്റെ കൊച്ചുമകളുമായി ഒരുമിച്ചിരുന്ന് വായിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത പുസ്തകം 1993 ജെയിംസ് റെഡ്ഫീൽഡ് എഴുതിയ ദ സെലസ്റ്റീൻ പ്രോഫസി എന്ന പുസ്തകമാണ്. അത് നിങ്ങളിൽ എത്ര പേർ അതിനോട് പരിചയമുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതാണ്ട് 325 പേജോളം വരുന്ന പുസ്തകം. അത് തീർച്ചയായും കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകമല്ല. എന്നാൽ അത് കുട്ടികളുടെ വിഭാവനയെ സ്പർശിക്കുവാൻ പര്യാപ്തമായ വിഷയം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാകയാൽ അത് ഏത് പരിധി വരെ 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് വായിച്ച് അല്പം സഹായത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊരു അന്വേഷണമായിരുന്നു ഞാൻ 10 ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചത്, 2 ആഴ്ചയ്ക്ക് മുൻപ് ആരംഭിച്ചു. വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയട്ടെ, സൂക്ഷ്മം 10 ദിവസം കൊണ്ട് ആ പുസ്തകം വായിച്ച് തീരുവാനിടയായി എന്ന് മാത്രമല്ല, ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വളരെ കൃത്യമായി ഓർമ്മയിൽ നിന്ന് വിശദീകരിച്ച് പറയത്തക്കവണ്ണം ആ കുട്ടിക്ക് സാധിക്കുന്നു. അതിൻ്റെ പിൻബലത്തിൽ അടുത്ത പുസ്തകം എന്ന് വായിക്കേണ്ടത് എന്ത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ 1973 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റിയോട് അഫിലിയേഷനുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അത് പഠിപ്പിക്കാനായി എനിക്ക് നൽകിയ വിഷയം നോവൽ, ഇംഗ്ലീഷ് നോവൽ എന്നുള്ളതാണ്. അതിൽ ആദ്യം ഞാൻ പഠിപ്പിച്ച പുസ്തകം ചാൾസ് ഡിക്കൻസിൻ്റെ ഒളിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. അത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് പഠിക്കാനായി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്.
അത് 4ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുമോ ഇല്ലയോ? ഞാനീ പറയുന്നത് അബ്രിഡ്ജ്ഡ് വേർഷൻ അല്ല, ചാൾസ് ഡിക്കൻസ് എഴുതിയ ഒറിജിനൽ വേർഷൻ. അത് 340 പേജസ് ഉണ്ട്. അത് ഒരു 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമോ? ആ പരീക്ഷണത്തിലാണ് ഞാനിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷമെന്ന് പറയട്ടെ, അത് വളരെ അനായാസമായി ആ പ്രക്രിയ മുൻപോട്ട് പോകുന്നു. ഇത് ഞാൻ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു? അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. കാരണം മലയാളികൾക്കുള്ളൊരു പ്രത്യേകമായ കഴിവ്, മറ്റൊരു കഴിവുമില്ലെങ്കിൽ ഉദ്ദേശത്തെ തെറ്റിദ്ധരിക്കുക, മനഃപൂർവ്വം തെറ്റിദ്ധരിക്കുകയും വക്രീകരിക്കുകയും അതേതെല്ലാം വിധത്തിൽ അർത്ഥശൂന്യമാക്കാൻ സാധിക്കുമോ അതിന് ഉള്ള വിരുത് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇപ്രകാരമുള്ള ഒരു തത്രപ്പാട് അല്ലെങ്കിൽ ഒരു യജ്ഞം നടത്തുന്നതിൻ്റെ കാര്യം, അത് എൻ്റെ പൊതുവായ ജീവിത ദർശനത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നതായതുകൊണ്ടാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. ഒന്ന്, നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി അതിനപ്പുറത്തേക്ക് നോക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, അതിൻ്റെ ഒരു ഇത്തിളായി കഴിയുക, അതിനെ ആശ്രയിച്ച് അതിൻ്റെ എന്തെങ്കിലും ഔദാര്യം കിട്ടി വലിയ പ്രയാസമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് കിട്ടിയ ഈ ആയുസ് ഒന്ന് കഴിച്ചു കൂട്ടി കുഴിയിലേക്ക് ഉരുണ്ടു വീഴുക, പിന്നെ ഒക്കുമെങ്കിൽ പരലോകത്തിലേക്ക് ചാടിക്കയറുക, ഈ ഒരു ദർശനത്തിനപ്പുറത്തേക്ക് പോകുവാൻ മടിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ എന്നത് എന്നെ നന്നെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ഇത് മനുഷ്യൻ്റെ വിലയിടിക്കുവാൻ മാത്രം സഹായിക്കുന്ന ഒരു കാഴ്ചപ്പാടും സമീപനവുമാണ് എന്ന് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ യേശുവിൻ്റെ മാതൃകയും മാർഗവും ഒരു ചെറിയ തോതിൽ അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച അവസ്ഥയിൽ കൂടെ, ആ അനുഭവങ്ങളിൽ കൂടെ, ആ അന്വേഷണങ്ങളിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നിലവിലിരിക്കുന്ന അവസ്ഥയെ അതിജീവിച്ച് അതിനേക്കാൾ മനോഹരമായ സാധ്യതകൾ പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മുടെ അവകാശം മാത്രമല്ല, നമ്മുടെ കടമയാണ്. നാം ഏവരും മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ മുൻപിൽ കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുകയാണ്. നാം നമ്മെ തന്നെ പുനഃപരിശോധിക്കണം. നാം ആരാണ്? നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മെപ്പറ്റി നാം മനസ്സിലാക്കുന്ന നമ്മുടെ സാധ്യതകൾ എന്താണ്? അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മെപ്പറ്റി നാം ധരിച്ചു വച്ചിരിക്കുന്ന പരിമിതികൾ എന്താണ്? എത്രയാണ്? എത്ര വലുതാണ്? അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്രകാരമുള്ള അടിസ്ഥാനരഹിത ധാരണകൾ ഏത് തോതിൽ വരെ, ഏത് ഭീകരമായ തോതിൽ വരെ നമ്മെ നമ്മുടെ മഹനീയമായ സാധ്യതകളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും വ്യക്തത പ്രാപിപ്പാനും നമുക്ക് ഒരു കടമയുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. ലോകത്തിലെ ഒരു സാർവലൗകികമായ സങ്കടം വ്യക്തികൾ അവരവരുടെ ഉള്ളിലുള്ള സാധ്യതകളോട് നീതി പാലിക്കുവാൻ കൂട്ടാക്കുന്നില്ല എന്നത് തന്നെയാണ്. അങ്ങനെയുള്ളവർ, അവർക്ക് 2 അനുഭവങ്ങളുണ്ടാകും. ഒന്ന്, അവർക്ക് പുറമേയുള്ള ഏതെങ്കിലും വ്യവസ്ഥിതിയെയോ വ്യക്തിയെയോ അല്ലെങ്കിൽ സ്രോതസ്സുകളെ ആശ്രയിച്ച് ആശ്രയബോധത്തിൽ അടിമകളായി കഴിഞ്ഞുകൂടും. രണ്ടാമത്, അവരെപ്പോഴും മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടേയിരിക്കും. ലോകത്തിലൊരു നന്മ കാണുവാനും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നും അതിനുള്ള കഴിവും വീര്യവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നും അങ്ങനെ മുൻപോട്ട് പോകുവാൻ നാം തുനിയുമ്പോൾ ആ യാത്രയിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുമുള്ള ആ യാഥാർത്ഥ്യം മനുഷ്യജീവിതത്തിൽ ഏറ്റവും അധികം നന്മയും പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന ഈ യാഥാർത്ഥ്യം, അത് മനസ്സിലാക്കാൻ
മടിച്ചിട്ട്, അതിനെ പേടിച്ചിട്ട്, മടി എപ്പോഴും പേടിയെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് രണ്ടും ഡിയിൽ അവസാനിക്കുന്നത്. മനുഷ്യൻ നിരാശയിലാണ്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ ആ ഒരു യാഥാർത്ഥ്യം ബോധതലത്തിൽ നിന്ന് ഒഴിച്ച് നിർത്തേണ്ടതിന് അവിടെയും ആശ്രയിച്ച് ഇവിടെയും ആശ്രയിച്ച് ആരെങ്കിലും കസേരയിലിരിക്കുന്ന ഒരാളിൻ്റെ കൈമുത്തി അല്ലെങ്കിൽ കാല് നക്കി, അല്ലെങ്കിൽ ചില തത്വശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ മീമാംസയുടെ കൊടി പിടിച്ചുകൊണ്ട് നടന്ന്, അല്ലെങ്കിൽ ചില സഭാ വിഭാഗങ്ങളുടെ ഐഹികത്തിൻ്റെ പെട്ടകവും പേറിക്കൊണ്ട് നടന്ന് അതിലെന്തോ തൃപ്തി അല്ലെങ്കിൽ സംതൃപ്തി അല്ലെങ്കിൽ സായുജ്യമുണ്ട് എന്ന് വിശ്വസിച്ച് വലിയ വാസ്തവത്തിൽ അല്പത്തരത്തിൻ്റെ കൂരിരുൾ താഴ്വരയിലേക്ക് മനുഷ്യൻ മനഃപൂർവ്വം നടന്നു പോകുന്നൊരു യാഥാർത്ഥ്യം അത് പൂർവാധികമായ കാലങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പരാമർശിക്കുവാൻ ഞാൻ നിർബന്ധിതനായിത്തീരുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ദയവായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അനുഭവത്തിൽ നിന്ന് ആരംഭിച്ചത്. നാം നമ്മെപ്പറ്റി ധരിച്ചു വച്ചിരിക്കുന്ന ധാരണകൾ ഏതാണ്ട് 100% തെറ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ പരിമിതികളെപ്പറ്റി നാം വെച്ച് പുലർത്തുന്ന സങ്കല്പങ്ങൾ. എന്നെക്കൊണ്ടോ എന്ത് നേടാനാണ്, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചാൽ എന്ത് നടക്കാനാണ്. എത്രയോ പേർ എന്നോട് പറയുന്നു, എനിക്ക് ഒത്തിരി സതുപദേശങ്ങൾ കിട്ടാറുണ്ട്. താൻ ഈ വയസ്സുകാലത്ത് വെറുതെ അധ്വാനിക്കുകയാണ്, ഒരു ഫലവും ഉണ്ടാകുകയില്ല, ഒരു മാറ്റവും വരികയില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ മാറ്റി നന്നാക്കിയെടുക്കാൻ ദൈവത്തിന് പോലും കഴിയുകയില്ല എന്ന് മാത്രവുമല്ല, മതപരമായി ഒരു നന്മയും ആർക്കും ഉണ്ടാകുകയില്ല. അങ്ങനെ നന്മ ഉണ്ടാക്കാനായിട്ട് ഒരുത്തൻ 2000 വർഷത്തിന് മുമ്പ് വന്നു, അവന് പറ്റിയ പണി നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് എത്രയോ പേര് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ അവരോട് യാതൊരു വിധത്തിലും വെറുപ്പോ കാണിക്കാറില്ല. കാരണം അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് സംസാരിക്കുന്നു. എനിക്കോ എൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. എൻ്റെ ജീവിതം എനിക്ക് സാമാന്യ ബുദ്ധി ഉദിച്ച നിമിഷം മുതൽ നിലവിലിരുന്ന അതിരുകളെ അതിജീവിക്കുവാനുള്ള സാഹസികമായ പ്രയത്നങ്ങൾ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തെപ്പറ്റി ഒന്നും കൂടുതലായി പ്രതിപാദിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ, എന്നാൽ അതേസമയം ദൈവസന്നിധിയിൽ വിനയത്തോടെ നിങ്ങളോട് പറയാം. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ തന്നെ പരിമിതികളോട് ഞാൻ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുകയും അത് ഈ നിമിഷം വരെ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ചൊരു വ്യക്തി, 74 വയസ്സുള്ള എന്നെപ്പോലെ ഒരു വ്യക്തി, പലവിധമായ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി ഇപ്രകാരം ഒരു തത്രപ്പാടിൽ ഏർപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു ചാനൽ നടത്തുക, ദിവസം 3-4 വീഡിയോകൾ ചെയ്തവരുമായി പങ്കിടുക, അത്ര എളുപ്പമുള്ള ഒരു ദൗത്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനൊരു പ്രയാസവുമില്ല. ഇത് എന്തുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്ന് ചോദിച്ചാൽ, എനിക്ക് നിങ്ങളിൽ പ്രത്യാശയുണ്ട്. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള നന്മയെ ഞാൻ വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ശോഭ പകരുന്ന ഒരു വിളക്കുണ്ട്. വ്യക്തിത്വത്തിൻ്റെ ശോഭ നാം എല്ലാവരും പൂഴ്ത്തി വച്ചിരിക്കുന്ന ആ വിളക്കാണ്. വിളക്കില്ലാഞ്ഞിട്ടല്ല, വിളക്കിനെ നാം എവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ് പ്രശ്നം. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വയ്ക്കുന്നതിന് പകരം പറയിന്മേൽ വെച്ച് അതിൻ്റെ വെളിച്ചത്തെ ജീവിതത്തിൽ ഒരിക്കലും പ്രകടിപ്പിക്കുവാൻ കൂട്ടാക്കാത്തൊരവസ്ഥയിൽ മനുഷ്യൻ അന്ധകാരത്തിൻ്റെ ആത്മാവ് മാത്രമാണെന്ന് പ്രതീതി സൃഷ്ടിക്കുവാൻ മാത്രം നമുക്ക് കഴിയും എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്ന, ഒരിക്കലും അണഞ്ഞു പോകാത്ത, മരണത്തിന് പോലും അണയ്ക്കുവാൻ കഴിയാത്ത ആ വെളിച്ചം, ദൈവം കത്തിച്ചു വെച്ച വിളക്കില്ലേ, അതിനെ കെടുത്തുവാൻ ലോകത്തിലൊരു ശക്തിക്കും പൈശാചിക ശക്തിക്കും സാധ്യമല്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിളക്കിനെ മാനിക്കുന്നവർക്ക് മാത്രമേ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യതയുണ്ടാകുകയുള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
യേശുവിനെ ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ വെളിച്ചമായി വചനം നമ്മെ അറിയിക്കുന്നു. എന്തുകൊണ്ട് അപ്രകാരം അറിയിക്കുമെന്ന് ചോദിച്ചാൽ, ആ വെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ആ വെളിച്ചത്തിന് മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുവാൻ യോഗ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം, ദൈവം സ്ഥാപിച്ച വെളിച്ചം വേണ്ടതുപോലെ പ്രയോഗിക്കുവാൻ കൂട്ടാക്കാത്ത ഒരു വ്യക്തിക്ക് പോലും, ആ വ്യക്തി ഏത് സഭയിൽ ചേർന്നാലും, എത്രമാത്രം മറുഭാഷ പറഞ്ഞാലും, ദാനധർമ്മങ്ങൾ ചെയ്താലും, എത്ര മെത്രാന്മാരുടെ കൈമുത്തിയാലും, സ്വർഗമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രവേശനം ലഭിക്കുകയില്ല എന്നതാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ മാനിക്കാത്ത നിങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കണമെന്ന് പറയുന്നവർ, ശരീരമല്ല നിത്യതയുടെ അവകാശി, നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം മാത്രമാണ്. ആ വെളിച്ചത്തെ പ്രകടിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ ശരീരത്തിൻ്റെ കടമ. എന്നാൽ അതിനല്പം പോലും തുനിയാതെ, മനുഷ്യനെന്ന് പറഞ്ഞാൽ 70 കിലോ അല്ല 100 കിലോ അല്ല ചില സംബന്ധിച്ചിടത്തോളം 150 കിലോ മാംസം മാത്രമാണ്. അവൻ്റെ ഉള്ളിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കാൻ സർവശക്തനായ ദൈവം മറന്നുപോയി എന്ന് വിധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കസേരയുടെ മാത്രം ബലം കൊണ്ട്, നമുക്കറിയാം ചില മെത്രാന്മാർ മരിച്ചാൽ അവർ കസേരയോടെ സ്വർഗത്തിൽ പോവുകയും നമ്മെ എല്ലാവരെയും ന്യായം വിധിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നില്ലേ? അത് കസേരയുടെ പിൻബലം കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറയുന്നവനെ മടൽ കൊണ്ട് അടിക്കേണ്ട, ഓങ്ങിയാൽ മാത്രം മതി. കാരണം അതിനുള്ള അവകാശമേ ഉള്ളൂ. ഇത്രമാത്രം പൊട്ടത്തരം ജനങ്ങളുടെ മേൽ തുപ്പി വെക്കുക, ഇതിനേക്കാൾ വലിയ അപരാധമുണ്ടോ? എന്നാലോചിച്ചോ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു നടക്കുന്നവരെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെയും അന്ധവിശ്വാസം വിറ്റ് കോടികൾ നേടാൻ ശ്രമിക്കുന്നവരെയും ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ അടിവേരായി ഞാൻ മനസ്സിലാക്കുന്നത്, വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ ലോകം അവരെപ്പറ്റി പറയുന്ന ധാരണകൾ മാത്രം, അവർക്ക് കൽപ്പിക്കുന്ന പരിമിതികൾ മാത്രം, അവർക്കത് സൃഷ്ടിച്ചിട്ടുള്ള അതിർവരമ്പുകൾ മാത്രം മാനിച്ച്, അവരുടെ യഥാർത്ഥ സാധ്യതകളെ നിരാകരിച്ച്, അവ അല്പം പോലും പ്രയോജനപ്പെടുത്തുവാൻ കൂട്ടാക്കാതെ, അവരെ ഏൽപ്പിച്ച വിലതീരാത്ത നിധിയായ ഒരു താലന്ത് മാത്രമല്ല, ലോകത്തിലെ എല്ലാ താലന്തുകളുടെയും ആകത്തുകയേക്കാൾ വിലയുള്ള അവരുടെ ജീവനെ എവിടെയോ കൊണ്ട് കുഴിച്ചിട്ട്, ആ ജീവൻ്റെ സാധ്യതകളെ കുഴിച്ചിടുന്ന ശവപ്പറമ്പിൻ്റെ പേരാണ് ലൗകികമായ ധാരണകൾ എന്നുള്ളത്. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുഴിച്ചിടുന്ന ഒരു പ്രക്രിയ. നാം എവിടെയാണ് നമ്മെ കുഴിച്ചിട്ടിരിക്കുന്നത്? ഈ ധാരണകളിലാണ്. ഈ ധാരണകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. നാം അതിനുവേണ്ടി ഇന്ന് വരെയും ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും നിലവിലിരിക്കുന്ന അതിർത്തിക്ക് എതിരെ ഞാൻ കാലുകൊണ്ട് തൊഴിക്കുന്നത്. അത് ഞാൻ എന്നോടും മനുഷ്യരാശിയോടും കാണിക്കുന്ന മിനിമമായ, ഏറ്റവും ലളിതമായ നീതിയുടെ ഒരു സാക്ഷാത്കാരമാണ് എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാണ്. അതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ കൂടെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അനേക അനുഭവത്തിൽ കൂടെ ഒരിക്കലും സാധ്യമല്ല എന്ന് എഴുതി മാറ്റി തള്ളി വച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ ചെല്ലുവാനും അവിടെ ഒരു വ്യത്യാസം വരുത്തുവാനും നമുക്ക് കഴിയുമോ ഇല്ലയോ? അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പല ആളുകളെയും പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല, ഇന്ന കമ്മിറ്റിയിൽ അംഗത്വം പ്രാപിപ്പാൻ എനിക്ക് എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു, പക്ഷേ എന്നെക്കാൾ കൊളുതാത്ത തോമാച്ചനെയാണ് അല്ലെ കറിയാച്ചനെയാണ് അവർ കയറ്റി വച്ചിരിക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ പറയും മഹിളാ സമാജത്തിൻ്റെ കമ്മിറ്റിയിൽ മറ്റേ കുന്തനാമ്പറമ്പിൽ എന്താ പറയുന്നത് മറിയാമ്മയാണ് വെച്ചിരിക്കുന്നത്, എനിക്കാണ് യോഗ്യത, എനിക്ക് ഒരു അംഗീകാരം ഒരു അവസരവും കിട്ടുന്നില്ല. ഇങ്ങനെ പരാതി പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആ പരാതി പറഞ്ഞ് ഇരിക്കേണ്ടി വരുന്ന ഗതികേട് അവർ തന്നെ സൃഷ്ടിക്കുന്നവരാണ്. കാരണം ഒന്നുകിൽ നാം നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകൾ അതിരില്ലാതെ വളർത്തുവാൻ നിരന്തരം പ്രയത്നിക്കുന്നു, കൂട്ടാക്കുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുന്നു, നമ്മുടെ വളർച്ചയിൽ നാം സന്തോഷം കണ്ടെത്തുന്നു. അല്ലെങ്കിൽ
യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ നുണയുന്ന പട്ടിക്കുട്ടികളെ പോലെ നാം ആരുടെയെങ്കിലും അവതാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അത് കിട്ടാത്തപ്പോൾ നാം പരിഭവിക്കുന്നു. ഈ രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ, ഇതിലേതാണ് അഭികാമ്യമെന്ന് തീരുമാനിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കൃതാർത്ഥതയോടെ സവിനയം ദൈവസന്നിധിയിൽ അവകാശപ്പെടുന്നത് ഈ കാര്യത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ ചെറുപ്പത്തിലെ ഇടയായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കമ്മിറ്റിയിലെയും അംഗമാകാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വിയോജിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ പാലിച്ചൊരു തത്വം, ഈ ഒരു കാര്യം വേറെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർ ചെയ്യട്ടെ. ആർക്കും ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിവില്ല, എന്നാൽ ഞാൻ ശ്രമിക്കാം. ഈ ഒരു തത്വത്തിൽ നിന്ന് വേറിട്ട് ഞാൻ ഒരിക്കലും ഒരു നിലപാടെടുത്തിട്ടില്ല. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ 1973 അധ്യാപകനായി ചേർന്ന ശേഷം 1984 ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഞാനാകണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചതാണ്. ഞാൻ മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഞാൻ പറഞ്ഞു മറ്റാരെങ്കിലും ഏൽപ്പിച്ചോളൂ, എന്നെ സംബന്ധിച്ചുള്ള ഞാൻ അധ്യാപകനായിട്ട് കഴിയാനാണ് ഇത്, അല്ലെങ്കിൽ ഞാൻ സിവിൽ സർവീസിൽ ചേരണമായിരുന്നു. എനിക്ക് ഭരണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സിവിൽ സർവീസിൽ ചേർന്നേനെ. ഞാൻ അധ്യാപകനായി മാത്രം നിൽക്കാൻ താല്പര്യപ്പെടുന്നവനാണ്. അതിനുശേഷം 2 തവണ പ്രിൻസിപ്പൽസ് ഓഫീസിൽ വേക്കൻസി ഉണ്ടായി. ആ 2 തവണ ഞാൻ അപ്ലൈ ചെയ്തില്ല, കാരണം ആർക്കെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്യട്ടെ. അവസാനം 2007 കോളേജിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. മറ്റാർക്കും അത് കൈകാര്യം ചെയ്യാൻ കഴിവില്ല എന്ന് സഭയുടെ നേതൃത്വം എന്നെ വന്ന് അറിയിച്ച് അപേക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ കോളേജിലേക്ക് തിരിച്ചു പോയത്. അതുപോലെ തന്നെ ഞാൻ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഒരു ബന്ധത്തിൽ ഞാൻ ഒരു കമ്മിറ്റിയിലും അംഗമായിരുന്നില്ല. ഞാനവരോട് പറഞ്ഞത്, കമ്മിറ്റിയിലിരിക്കാൻ ആരെക്കൊണ്ടും കഴിയും, എന്നാൽ ഏതെങ്കിലും കാര്യത്തിൽ ഇത് ചെയ്യാൻ ആളിനെ കിട്ടുന്നില്ല എന്ന് വന്നാൽ ദയവായി അറിയിക്കുക, അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരുടെയും ഔദാര്യത്തിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കേണ്ട ഗതികേട് നമുക്ക് ആർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ആരെപ്പറ്റിയും ഒരു പരാതിയുമില്ല. പലപ്പോഴും ഞാൻ പറയുന്ന ആശയത്തെ നേരിടാൻ കഴിവില്ലാത്തതുകൊണ്ട് പലരും പറയുന്നുണ്ട് ഞാൻ ഒരു ബിഷപ്പാകാനുള്ള സാധ്യത നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള സഭയോടുള്ള ചുരുക്കുകളാണ്. പ്രിയമുള്ളവരെ, ഒരു ബിഷപ്പായിട്ട് എനിക്കൊന്നും നേടാനില്ല. ബിഷപ്പാകാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അല്പം തൻ്റെ അടുത്തോട് നിങ്ങളോട് പറയാം. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പുരോഹിതൻ ചെന്നെത്താത്ത മേഖലകളിൽ ഞാൻ ചെന്നെത്തിയിട്ടുണ്ട്. ആരുടെയും ഔദാര്യം കൊണ്ടല്ല. ഞാനീ പറഞ്ഞ ഒരു തത്വം, അതായത് എന്നെ സംബന്ധിച്ച് നിലവിലിരിക്കുന്ന പരിമിതികൾ എന്തൊക്കെയാണ് എന്നെനിക്ക് ബോധ്യമുണ്ടായിട്ടുണ്ടോ അതിനെതിരെ ഞാൻ നിരന്തരം അധ്വാനിച്ചിട്ടുണ്ട്. കഴിവില്ല എന്ന് ബോധ്യപ്പെടുന്ന അവസരങ്ങളിൽ ആ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മർമ്മങ്ങളെപ്പറ്റി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സധൈര്യം പ്രസ്താവിക്കാൻ സാധിക്കും. ഞാൻ നമ്മുടെ ആശയത്തിലേക്ക് പറഞ്ഞു വരട്ടെ. 9 വയസ്സുള്ളൊരു കുഞ്ഞിന് ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാൾസ് ഡിക്കൻസിൻ്റെ ഒളിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന നോവൽ വായിച്ച് മനസ്സിലാക്കി ആസ്വദിക്കാൻ സാധിക്കുമോ? സാധിക്കും. ഇത് മാത്രവുമല്ല, അങ്ങനെ സാധിക്കും എന്ന അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കുഞ്ഞിന് അതിൻ്റെ ഒരുപടി അപ്പുറത്തേക്ക് പോകാനുള്ള ആത്മധൈര്യം പ്രാപിപ്പാൻ സാധിക്കും. അങ്ങനെ അടിക്കടി ഉയരങ്ങളിലേക്ക് പോകുവാൻ സാധിക്കും. അതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രമാണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നമ്മൾ ചുമ്മാ അത് വാചക കസർത്ത് ചെയ്യുന്നതല്ലാതെ പ്രാവർത്തികമായത് അനുഭവത്തിൽ കൊണ്ടുവരുവാൻ നാം എപ്പോൾ കൂട്ടാക്കുന്നു, അപ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ആത്മീയമായ ആശയങ്ങളുടെ ഗാംഭീര്യവും വീര്യവും എത്ര വലുതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഇതൊക്കെ ഒരു ശബ്ദങ്ങളാണ്. ശബ്ദങ്ങളിങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ അവശബ്ദങ്ങളായി മാറും. അങ്ങനെയുള്ള ഒരു നിരാശാജനകമായ, പ്രത്യാശയില്ലാത്ത, ഒട്ടും വീര്യമില്ലാത്ത ഒരവസ്ഥയിൽ ജനലക്ഷങ്ങൾ കഴിഞ്ഞുകൂടുന്നു എന്ന വലിയ സങ്കടം,
ആ യാഥാർത്ഥ്യത്തിൽ അല്പമെങ്കിലും മാറ്റം വരുത്തുവാൻ നമുക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുമോ എന്ന അന്വേഷണത്തിലാണ് ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏതാണ്ട് 4800-ൽ പരം ആളുകൾ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സംരംഭത്തിൽ നിങ്ങളും ഞാനും ഒരേ ആത്മാവിൽ കൈകോർത്ത് പിടിച്ച് ഈ ദൗത്യബോധത്തിൽ മുൻപോട്ട് പോകുന്നത് ഇതിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് എന്നത് നാം തിരിച്ചറിയണമേ എന്ന എളിമയോടെ ഏവരോടും അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു യാഥാർത്ഥ്യം നിങ്ങളുമായി അല്പം വിശദീകരിച്ച് ചിന്തിച്ചത്. സഹനശക്തിയോടെ ചിന്തയിൽ പങ്കെടുത്ത, അന്ത്യം വരെയും പിടിച്ചു നിന്ന, യേശു പറഞ്ഞില്ലേ അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. അന്ത്യം വരെയും സഹിച്ചു നിന്ന ഏവരോടും പ്രത്യേകമായി എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് അധികം താമസിയാതെ വീണ്ടും കാണാം.